അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നവരാണോ? ആ കാണുന്ന സ്വപ്നത്തിൽ ഈ പറയുന്ന 3 അടയാളങ്ങളുണ്ടോ എങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതാണ് ആ അടയാളം? വ്യക്തമായി നമുക്ക് ഈ വീഡിയോയിൽ കേൾക്കാം. ഏത് സ്വപ്നമാണ് ഫലിക്കുക? ഒരു സ്വപ്നം ഫലിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് മഹാന്മാര് നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങൾക്കും വ്യാഖ്യാനം ഇല്ല. ചില സമയത്ത് കാണുന്ന സ്വപ്നങ്ങൾക്ക് മാത്രമേ നമുക്ക് വ്യാഖ്യാനം പറയാൻ പറ്റൂ. ഏതാണ് ആ സമയം? ഒരുപാട് പേര് കമന്റിലൂടെ നേരിട്ടും ഫോണിലൂടെയും ചോദിക്കുന്ന ചോദ്യമാണ്, ഉസ്താദെ, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു, അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? കഴിഞ്ഞ ആഴ്ച 3 ദിവസം അടുപ്പിച്ചൊരു സ്വപ്നം കണ്ടു, അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? സത്യത്തിൽ എന്താണ് സ്വപ്ന വ്യാഖ്യാനം? വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം. നമ്മളെല്ലാവരും ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ ഒരുപാട് പേര് ഫോണിൽ വിളിച്ചും അല്ലാതെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകളുമായി ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഉസ്താദെ, ഞാൻ ഇന്നലെ ഉറങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച, അല്ലെങ്കിൽ ഞാൻ 3 ദിവസം അടുപ്പിച്ച് ഇന്നാലിന്ന സ്വപ്നം കണ്ടു, അതെന്താണ്? സത്യമാകുമോ? പേടിപ്പെടുത്തുന്ന സ്വപ്നമാണ്, അല്ലെങ്കിൽ എന്നെ ഒരു പാമ്പ് കൊത്താൻ വന്നതാണ്, അല്ലെങ്കിൽ ഒരു പട്ടി കടിക്കാൻ വന്നതാണ്, ആന കുത്താൻ വന്നതാണ്, അങ്ങനെ പറഞ്ഞ് ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് സ്വപ്നവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ 3 തരത്തിലാണ്. ഒന്നാമത്തേത് നമുക്ക് സന്തോഷമുണ്ടാകുന്ന സ്വപ്നങ്ങളാണ്. സന്തോഷമുണ്ടാകുന്ന സ്വപ്നങ്ങൾ. രണ്ടാമത്തെ വിഭാഗം നമുക്ക് ദുഃഖവും പേടിയും ഉണ്ടാകുന്ന സ്വപ്നങ്ങളാണ്. പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുന്ന, നമ്മുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള സ്വപ്നങ്ങളാണ്. ഒന്നാമത്തേത് സന്തോഷമുണ്ടാകുന്ന സ്വപ്നം, രണ്ടാമത്തേത് ദുഃഖത്തിൻ്റെ സ്വപ്നമാണ്. മൂന്നാമത്തെ വിഭാഗം നമുക്ക് ദുഃഖവുമില്ല സന്തോഷവുമില്ലാത്ത സ്വപ്നങ്ങളാണ്. ദുഃഖവും ഉണ്ടാവില്ല, അതുപോലെ തന്നെ സന്തോഷവും ഉണ്ടാവില്ല. അങ്ങനത്തെ സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഈ 3 വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്വപ്നമായിരിക്കും നമ്മൾ പലപ്പോഴും കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വപ്നം 3 തരത്തിലാണ്. ഒന്ന് മനസ്സിൻ്റെ വർത്തമാനമാണ്, മനസ്സിൻ്റെ വർത്തമാനം. രണ്ടാമത്തേത് പിശാച് അവൻ്റെ കുതന്ത്രമായി, അവൻ്റെ ചതിയായി നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്ന ചില സ്വപ്നങ്ങളാണ്. മൂന്നാമത്തേത് അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്തകൾ, അള്ളാഹു നമുക്ക് അറിയിച്ചു നൽകുന്ന ചില സ്വപ്നങ്ങളാണ്. ഇവിടെ ആദ്യം പറഞ്ഞത് മനസ്സിൻ്റെ വർത്തമാനങ്ങളാണെന്ന്. സ്വപ്നത്തിൻ്റെ ഒരു കാറ്റഗറിയാണ് മനസ്സിൻ്റെ വർത്തമാനങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഒരു യാത്ര കഴിഞ്ഞ് നമ്മൾ വന്ന് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കല്യാണം കൂടി, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കൂടിയിട്ട് നമ്മൾ രാത്രി വന്ന് കിടക്കുന്നു. ആ സമയത്ത് നമ്മൾ എന്താണ്? നമ്മൾ സ്വപ്നത്തിൽ അന്ന് തലേന്ന് രാത്രി നമ്മൾ കൂടിയ കല്യാണം അത് ഓർമ്മ വരാം. അല്ലെങ്കിൽ അന്നത്തെ ആ പകലിൽ, നമ്മൾ കഴിഞ്ഞുപോയ പകലിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മുടെ സ്വപ്നത്തിലേക്ക് വരാം. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ആദ്യമായി പരിചയപ്പെട്ടു, ആരെങ്കിലും നമ്മൾ കണ്ടു, അയാൾ ചിലപ്പോൾ സ്വപ്നത്തിൽ വരാം. ഇതൊക്കെ മനസ്സിൻ്റെ വർത്തമാനങ്ങളാണ്. ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് പിശാച് ഭയപ്പെടുത്തലാണ്. പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള ദുർബോധനമാണ്. അത് സ്വപ്നത്തിൽ വരും. ഉദാഹരണം പറഞ്ഞാൽ, ആരെങ്കിലും നമ്മളെ കൊല്ലാൻ വരുന്നു, അല്ലെങ്കിൽ പട്ടി കടിക്കാൻ വരുന്നു, ആന കുത്താൻ വരുന്നു, വലിയ കുഴിയിലേക്ക് നമ്മൾ വീഴുന്നു, അല്ലെങ്കിൽ ബസ്സിൻ്റെ അടിയിലേക്ക് പെട്ടുപോകുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾ അപകടത്തിൽ പെടുന്നതായി നമ്മൾ സ്വപ്നം കാണുന്നു. ഇതൊക്കെ എന്താണ്? ശൈത്വാന്റെ ഭാഗത്ത് നിന്നും ഉള്ളതാണ്. മൂന്നാമത്തെ വിഭാഗം എന്നുള്ളത് അത് അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്തകളാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ആഗ്രഹമുണ്ട് ഹജ്ജിന് ഉംറക്കൊക്കെ പോവാൻ. നോക്കുമ്പോൾ നമ്മൾ ഹജ്ജിന് പോകുന്നു, എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഹജ്ജിന് പോകുന്നതായിട്ട്, അല്ലെങ്കിൽ ഉംറക്ക് പോകുന്നതായിട്ട് ഒരു സ്വപ്നം കണ്ടു. അല്ലെങ്കിൽ വർഷങ്ങളായി വിവാഹം നടക്കാതിരുന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് വിവാഹം ശരിയാകുന്നു. പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്വപ്നം കണ്ടു, എൻ്റെ കല്യാണം കഴിയുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. പെണ്ണിൻ്റെ മുഖം ഓർമ്മയില്ല, ചെറുക്കൻ്റെ മുഖം ഓർമ്മയില്ല.
പക്ഷെ കല്യാണം കഴിയുന്നതായിട്ട് ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടു. കാരണം ഇയാൾക്ക് വർഷങ്ങളായി കല്യാണം ശരിയാവാത്ത ആളാണ്. പലപ്പോഴും ദ്വാരന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അവസാനം അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്ന ഒരു സന്തോഷ വാർത്ത, നിന്റെ കല്യാണം നടക്കും എന്നുള്ളൊരു സന്തോഷ വാർത്ത അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ ജോലി ശരിയായി കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുന്നു. ഇത്തരം നല്ല സ്വപ്നങ്ങൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണെന്നും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്വപ്നവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഭയപ്പെടുന്ന സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റാൽ. നമ്മൾ ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു പാമ്പ് കൊത്താൻ വരുന്നു, അല്ലെങ്കിൽ വലിയൊരു കുഴിയിലേക്ക് നമ്മൾ വീഴുന്നു, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും കുത്താൻ വരുന്നു, കൊല്ലാൻ വരുന്നു, അങ്ങനെ എന്തെങ്കിലും നമ്മളെ സ്വപ്നം കണ്ട് പെട്ടെന്ന് പേടിച്ച് എഴുന്നേറ്റാൽ, പെട്ടെന്ന് ഞെട്ടിയാൽ ചെയ്യേണ്ട 3 കാര്യമുണ്ട്. ഒന്നാമത്തേത്, നമ്മൾ പറയുക എന്ത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു, സ്വപ്നത്തിൽ ആന കുത്താൻ വന്നു, പെട്ടെന്ന് എഴുന്നേറ്റു. എന്നിട്ട് പറയേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നമ്മുടെ ഇടത് ഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പണമെന്നാണ്. തുപ്പണം എന്ന് പറഞ്ഞാൽ കട്ടിലാണ്, ബെഡാണ്, ചിലപ്പോൾ അപ്പുറത്ത് ഭാര്യ ഉണ്ടാകും, ഭർത്താവ് ഉണ്ടാകും, മക്കളുണ്ടാകും, അവരുടെ ശരീരത്തിലേക്ക് കാർക്കിച്ച് തുപ്പണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ സാധാരണ ഒരു തുപ്പലുണ്ട്, നമ്മുടെ നാവിൽ എന്തെങ്കിലും ഒരു തരി വന്നാൽ നമ്മൾ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു തുപ്പൽ അല്ലേ, എന്നാൽ അത് നാവിൻ്റെ തുമ്പിലുള്ള ആ ഒരു സാധനം പോവുകയും ചെയ്യും, എന്നാൽ തുപ്പലുമായി. അങ്ങനെയുള്ള തുപ്പലാണ്. അതായത് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റാൽ അത് ശൈത്വാനിൽ നിന്നുള്ള ദുർബോധനമാണെന്ന് മനസ്സിലാക്കി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയുക. രണ്ടാമതായി ചെയ്യേണ്ടത് ഇടതു ഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുക. തുപ്പുക എന്ന് പറഞ്ഞാൽ നമ്മൾ നാവിൻ്റെ തുമ്പ് കൊണ്ട് അങ്ങനെ ഒന്ന് കാണിക്കലാണ്. മൂന്നാമതായി ചെയ്യാൻ പാടില്ലാത്തത്, ഈ പേടിപ്പെടുത്തുന്ന ഈ സ്വപ്നം നമ്മൾ ആരോടും പറയരുത്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഭാര്യയോട് പറയുന്നു, അല്ലെങ്കിൽ ഭർത്താവിനോട് പറയുന്നു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ഒരു ആന എന്നെ കുത്താൻ വരുന്നതായിട്ടൊരു സ്വപ്നം കണ്ടു. പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സ്വപ്നം എന്നുള്ളത് അത് സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല നുബുവത്തിന്റെ 46ന്റെ ഒരു അംശമായിട്ട് അറിയിച്ചു കൊടുക്കുന്ന കാര്യമാണ്. സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങളാണ്. ചിലപ്പോൾ അത് നന്മയാവും, ചിലപ്പോൾ തിന്മയാവും. അതുകൊണ്ട് കണ്ട സ്വപ്നങ്ങൾ എല്ലാവരോടും പറയാൻ പാടില്ല. ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പറയേണ്ട ആളുകളുണ്ട്, പറയാൻ പാടില്ലാത്ത ആളുകളുണ്ട്. ഭൂരിഭാഗവും പറയാൻ പാടില്ലാത്ത ആളാണ്. ഒരു പാമ്പ് കൊത്താൻ വന്നു, പട്ടി കടിക്കാൻ വന്നു, അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ മരിച്ചതായിട്ട് കണ്ടു, ഇതൊക്കെ നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നമാണ്. ഇതെന്ത് ചെയ്യാൻ പാടില്ല? എല്ലാവരോടും പറഞ്ഞു നടക്കാൻ പാടില്ല. അറിഞ്ഞോ സുബൈദ, ഞാൻ ഇന്നലെ മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഒരു അപകടത്തിൽപ്പെടുന്നതായിട്ട് സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ കാണുന്നത് അയൽവാസിയായ ഒരാൾ മരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അയാളെ ഒരു പട്ടി കടിക്കുന്നതായിട്ടാണ്, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു നിന്നെ പട്ടി കടിക്കുന്നതായിട്ട്. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ കണ്ട ഒരു സ്വപ്നം അത് ഒരാളോട് പറയുമ്പോൾ അയാളെങ്ങാനും അതിന് വ്യാഖ്യാനം കൊടുത്താൽ വളരെ അപകടമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഭാര്യ സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ ഭർത്താവ് സ്വപ്നം കണ്ടു ഒരു ആന കുത്താൻ വരുന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ആന എന്നെ കുത്താൻ വരുന്നതായിട്ട് സ്വപ്നം കണ്ടു. ആണോ? എങ്കിൽ ആന കുത്താൻ വന്നാൽ അത് ഭയങ്കര പ്രശ്നമാണ്. മൂപ്പരെ ഒന്ന് ബേജാറാക്കണമെന്ന രീതിയിൽ, അതെ സൂക്ഷിച്ചോട്ടോ, ആന കുത്താൻ വരുന്നതായിട്ടല്ലേ സ്വപ്നം കണ്ടത്, സൂക്ഷിച്ചോ, എന്തോ വരാനുണ്ട്, എന്തോ പ്രശ്നം വരാനുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും തമാശക്ക് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇയാളെ പേടിപ്പെടുത്താൻ, ഭയപ്പെടുത്താൻ, കളിയാക്കിയൊക്കെ പറയാറുണ്ട്. ഒരിക്കലും അത് പറയാനും പാടില്ല. ഈ കണ്ട സ്വപ്നം മറ്റുള്ളവരോട്, അതായത് എല്ലാവരോടും എങ്ങനെ പറഞ്ഞു നടക്കാൻ പാടില്ല. അത് നമുക്ക് എതിരായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്നും മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുകയാണ്. പറയാം, സ്വപ്നം കണ്ടത് പറയാം. അത് നമ്മളോട് ഗുണകാംക്ഷയുള്ള ആളുകളോട് മാത്രമേ പറയാൻ പാടുള്ളൂ. ഗുണകാംക്ഷയുള്ള ആളുകളോട് മാത്രമേ പറയാൻ പാടുള്ളൂ. നല്ല ഒരു സ്വപ്നം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ,
ഇപ്പോൾ ഹജ്ജിന് പോകുന്നതായിട്ട് ഉംറക്ക് പോകുന്നതായിട്ടൊരു സ്വപ്നം കണ്ടാൽ നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാ, പടച്ചവനെ എനിക്ക് വേഗത്തിൽ ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ അതിനേക്കാൾ ഖൈറായി ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ എന്ന് ദുആ ചെയ്യണമെന്നാണ്. ഇനി എന്തെങ്കിലും ഒരു മോശപ്പെട്ട സ്വപ്നം കണ്ടാൽ നമ്മൾ പറയണം, അല്ലാഹുവേ ഞാൻ കണ്ട ഈ സ്വപ്നം ഇത് എന്താണെന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ ഷർറ് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ എന്നെ തൊട്ട് നീ കാക്കണേ അല്ലാ എന്ന് നമ്മൾ അതിൽ നിന്നും കാവൽ തേടണമെന്നും ഉലമാക്കൾ പറഞ്ഞു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ, മഹാനായ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ മഹാനായ ഇബ്നു സീരീൻ, അതായത് താബിഈങ്ങളിൽപ്പെട്ട, നബി തങ്ങളെ കണ്ടിട്ടില്ല, താബിഈങ്ങളിൽപ്പെട്ട മഹാനായ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി, ഇവരൊക്കെയാണ് സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചിരുന്നത്. ഈ സഹാബിമാരിൽ ആരെങ്കിലും ഒരാൾ ഒരു സ്വപ്നം കണ്ടാൽ നേരെ പോകും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ അടുക്കലേക്ക്. എന്നിട്ട് പറയും, അലിയെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ഇന്നാലിന്ന സ്വപ്നമാണ്. ആ സമയത്ത് മഹാനവറുകൾ അതിൻ്റെ വ്യക്തമായ കൃത്യമായ കാര്യം പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെ എല്ലാ സ്വപ്നവും വ്യാഖ്യാനിക്കാൻ അറിയാവുന്നവർ ആരുമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ കണ്ട സ്വപ്നം എല്ലാവരോടും പറഞ്ഞു നടക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി സ്വപ്നവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാറിൽ പോകുമ്പോൾ പെട്ടെന്നൊന്ന് ഉറങ്ങിപ്പോയി, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ഉറങ്ങിപ്പോയി, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് വെറുതെ ആ നിസ്കാരപ്പായിൽ തന്നെ കിടന്നപ്പോൾ പെട്ടെന്നൊന്ന് ഉറങ്ങിപ്പോയി. ഇങ്ങനെ നമ്മൾ ചില സമയത്ത് പെട്ടെന്ന് കാണുന്ന സ്വപ്നങ്ങൾ അത് ഫലിക്കുമോ? ഏത് സ്വപ്നമാണ് ഫലിക്കുക? ഒരു സ്വപ്നം ഫലിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് മഹാന്മാര് നമുക്ക് പറഞ്ഞു തരികയാണ്. ഒന്നാമത്തേത്, ഒരു മനുഷ്യൻ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു, അതായത് രാത്രി കിടക്കുന്ന സമയത്ത് സ്വപ്നം കാണുന്നു, അയാളുടെ സ്വപ്നം ഫലിക്കുന്നത് ഉറക്കവുമായി ബന്ധപ്പെട്ട മര്യാദകൾ പാലിച്ച് കിടന്നാൽ മാത്രമാണ് അയാളുടെ സ്വപ്നം ഫലിക്കുകയുള്ളൂ. അതായത് വുളു എടുത്ത് കിബിലക്ക് മുന്നിട്ട് ആയത്തുൽ കുർസിയൊക്കെ ഓതിയിട്ട് കിടന്നാലാണ് അയാൾ കാണുന്ന സ്വപ്നം ഫലിക്കൂ. ആയത്തുൽ കുർസി ഓതാതെ എവിടെയൊക്കെയോ കറങ്ങിപ്പോയി തിരിഞ്ഞു വന്ന് 12 മണിക്ക് കിടന്നുറങ്ങി, അപ്പോൾ ഒരു സ്വപ്നം കണ്ടു, ഇതെന്താണ്, ഞാൻ പേടിച്ചു പോയല്ലോ, ഇതെന്താണെന്ന് ഉസ്താദിനോട് ചോദിക്കണം, അങ്ങനെയൊക്കെ വന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. അതൊക്കെ പേക്കിനാവ് എന്ന് പറയും, പാഴ്ക്കിനാവ് എന്ന് പറയും. ഒരു സ്വപ്നം ഫലിക്കണമെങ്കിൽ ചില സമയങ്ങളുണ്ട്, അതുപോലെ തന്നെ ചില കാര്യങ്ങൾ, അതായത് വുളു ഉണ്ടാവണം, ഖിബിലക്ക് മുന്നിട്ട് കിടക്കണം, അതുപോലെ ആയത്തുൽ കുർസി ഓതിയിട്ട് കിടക്കണം. വുളുവോടുകൂടി നമ്മൾ കിടക്കുക, നമ്മൾ ഉറങ്ങുമ്പോൾ ഏതായാലും വുളു മുറിയും, എന്നിട്ട് കാണുന്ന സ്വപ്നങ്ങളാണ് ഫലിക്കുന്നത്. മാത്രമല്ല മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ്, ഒരു മനുഷ്യൻ കാണുന്ന സ്വപ്നം ഫലിക്കുന്നത് 3 സമയത്താണ്. 3 സമയത്ത് കാണുന്ന സ്വപ്നമാണ് അവന്റെ ജീവിതത്തിൽ ഫലിക്കുകയുള്ളൂ. ഇപ്പോ നമ്മുടെ ഈ കാലത്തും നമുക്ക് മുമ്പുണ്ടായിരുന്ന കാലത്തുമൊക്കെ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായി ഉള്ള ഒരു കിതാബ് മഹാനായ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുഅ്ജമുത് തഫ്സീറിൽ അൽഹാം എന്ന് പറയുന്ന കിതാബാണ്. ആ കിതാബിന്റെ മുഖദ്ദിമയിൽ അദ്ദേഹം പറയുന്നു, 3 സമയങ്ങളിൽ കാണുന്ന സ്വപ്നമാണ് അസ്ദഖായിട്ടുള്ളത്, സത്യസന്ധമായിട്ടുള്ളത്. ബാക്കി സമയത്ത് കാണുന്ന സ്വപ്നങ്ങളെല്ലാം വെറും പാഴ്ക്കിനാവുകളാണ്, പോയ്ക്കിനാവുകളാണ്. ഒന്നാമത്തേത് ആഖിറുലൈൽ, രാത്രിയുടെ അവസാനം. രാത്രിയുടെ അവസാനം എന്ന് പറഞ്ഞാൽ അത്താഴ സമയം. നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയമുണ്ട്, സുബഹി ബാങ്ക് ഒരു 5 മണിക്കാണെങ്കിൽ ഒരു 4 മണിയോ 3:30 ഒക്കെ ആ ഒരു ടൈമിൽ കാണുന്ന സ്വപ്നമായിരിക്കും ഫലിക്കുക. അതും ഫലിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു, കിടക്കുന്ന സമയത്ത് അതിൻ്റെ മര്യാദകൾ പാലിച്ച് കിടക്കണം. രണ്ടാമത്തെ സമയം മാ കാനത്ത് ഫീ നൗമിൻ നഹാർ, പകൽ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ. പകൽ ഉറക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ടൊന്ന് കിടക്കും, വെറുതെ ഒന്ന് കിടക്കുന്നു, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കിടക്കാറുണ്ട്. ആ സമയത്തൊക്കെ കാണുന്ന ചില സ്വപ്നങ്ങൾ ഒരുപക്ഷെ അസ്ദഖായേക്കാം, ഫലിച്ചേക്കാം. മൂന്നാമത്തേത് മഹാനായ ജഅഫർ ഇബ്നു മുഹമ്മദ് എന്നവർ പറയുകയാണ്, അസ്ദഖുർ റുഇയ റുഇയൽ ഖൈലൂല, കൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങുന്ന സമയത്ത് കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കും. കൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് ഉച്ചക്ക് മുമ്പ്, അതായത് 12:30ക്കാണ് ളുഹർ ബാങ്കെങ്കിൽ ഒരു 11:30യോ അല്ലെങ്കിൽ 11:45 12 മണിക്കോ കുറച്ച് സമയം
ഒന്ന് ഉറങ്ങൽ സുന്നത്തുണ്ട്, അതാണ് കൈലൂലത്തിൻ്റെ ഉറക്കം. ആ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളും ഒരുപക്ഷെ അസ്തക്കായേക്കാം, എന്താണ്, ഫലിച്ചേക്കാം എന്ന് മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. ഇനി പറയുന്നത്, പല ആളുകളും കമന്റിലൂടെ ചോദിച്ചതാണ്, ഉസ്താദെ ഈ പട്ടി കടിക്കാൻ വന്നാൽ എന്താണ് ആ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം? അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിറയെ ഉറുമ്പുകളാണ്, അങ്ങനെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം? തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പല ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ചോദിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറയുകയാണ്. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ അത് മഹാനായ ഇമാം അബ്ദുൽ ഗനി അന്നാബൽസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഅഖീറുൽ അനാം ഫി തഅബീറുൽ മനാം എന്ന് പറയുന്ന കിതാബിൽ നിന്നും, അതുപോലെ മഹാനായ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. പറയുന്നു, ഒരു മനുഷ്യൻ അവൻ എട്ടുകാലിയെ സ്വപ്നം കണ്ടു. എട്ടുകാലിയെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം പറയുന്നത് റജുലൻ ആബിദൻ സാഹിദ. എന്താ അതിൻ്റെ വ്യാഖ്യാനം? അവൻ ഒരു ഇബാദത്ത് ചെയ്യുന്നവനായി പിന്നീടുള്ള കാലത്ത് മാറും എന്നാണ് ആ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുന്നത്. ചില ആളുകൾ ത്വാഊസിനെ കാണാറുണ്ട്, മയിലിനെ സ്വപ്നം കാണുന്നു. ഇവിടെ പറയുന്നു, കല്യാണം കഴിക്കാത്ത ഒരു പുരുഷനോ സ്ത്രീയോ ആണ് ഈ ത്വാഊസ് മയിലിനെ സ്വപ്നം കാണുന്നതെങ്കിൽ സുന്ദരമായ, കാണാൻ സൗന്ദര്യമുള്ള ഒരു ഇണയെ അവനിക്ക് കിട്ടുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി സുഅ്ബാൻ, പാമ്പ്. ഈ പാമ്പ് കൊത്താൻ വരുന്നതായിട്ടാണല്ലോ ഭൂരിഭാഗം ആളുകളും സ്വപ്നത്തിൽ കണ്ട് ഞെട്ടി എഴുന്നേക്കുന്നത്. പാമ്പിനെ കണ്ടാൽ എന്താണ്? പല ആളുകളും വിചാരിച്ചത് പാമ്പെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉപദ്രവം ചെയ്യുന്ന ജീവിയാണല്ലോ, അപ്പം അതുകൊണ്ട് പാമ്പ് കൊത്താൻ വന്നാൽ, പാമ്പ് നമ്മുടെ കാലിൽ ചുറ്റിയാൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പാമ്പ് വന്നാൽ എന്തോ വലിയ അപകടമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അതിൻ്റെ വ്യാഖ്യാനം എന്താണ് നമുക്ക് നോക്കാം. സുഅ്ബാൻ എന്നാണ് പാമ്പിന് അറബിയിൽ പറയുക. ഫഹിയ അദുവ്വുൻ. പാമ്പിനെ സ്വപ്നം കണ്ടാൽ മഹാന്മാര് പറയുന്നു അത് ശത്രു ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ഇത് പറയുന്നതോടൊപ്പം തന്നെ പറയുന്നു, ചിലപ്പോൾ മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകും എന്നതുമാണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലാൻ വരും എന്നൊന്നുമല്ല. ശത്രു ഉണ്ട് എന്ന് പടച്ചവന്റെ ഭാഗത്ത് നിന്നുള്ളൊരു അറിയിപ്പായിട്ട് അത് കണ്ടാൽ മതി. ഇനി പറയുന്നു, ഈ പാമ്പിനെ കണ്ടത് വെളുത്ത പാമ്പാണെങ്കിലോ അദുവ്വുൻ ലഈഫ്. നിനക്കൊരു ശത്രു ഉണ്ട്, പക്ഷെ ആ ശത്രു ആരാണ്? ലഈഫാണ്, ബലഹീനനാണ്, ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, പക്ഷെ ശത്രു ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോ. ഇതാണ് ആ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. ഇനി കാണുന്നത് ഒരു കറുത്ത പാമ്പിനെയാണ് എങ്കിൽ അദുവ്വുൻ ശദീദ്, ശക്തനായ ഒരു ശത്രുവുണ്ട് എന്നതാണ് ഇവിടെ പറയുന്നത്. ചില ആളുകൾ സർപ്പത്തെ സ്വപ്നം കാണാറുണ്ട്, കരിമൂർക്കനെ സ്വപ്നം കാണാറുണ്ട്. ഹയാത്തുൽ ഹയവാനുൽ കുബ്ര എന്ന് പറയുന്ന ഒരു കിതാബിൽ കാണാം, യദുല്ലു അലൽ അദാവ, ശത്രുക്കളുണ്ട്. ആ ശത്രുക്കൾ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ചില ആളുകളാണ് എന്നതാണ് ആ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. ഇത് ഓരോ പാമ്പ് ഇപ്പോൾ എഴിഞ്ഞു പോകുന്നു. ചില പാമ്പ് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നു, ചില പാമ്പ് നമ്മുടെ ശരീരത്തിലൂടെ പോകുന്നു. അങ്ങനെ പല പല സന്ദർഭങ്ങളിൽ കാണുന്ന സ്വപ്നങ്ങൾക്കും പല വ്യാഖ്യാനങ്ങളാണ് ഉലമാക്കൾ പറയുന്നത്. ഇനി ഒരു മനുഷ്യൻ പാമ്പ് അവനെ കൊത്തുന്നതായിട്ടും ആ കൊത്തിയ സ്ഥലത്ത് നീര് വന്ന് വീർക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ഞാലമാല, അവനിക്ക് സമ്പത്ത് ഉണ്ടാകും എന്നതാണ് ഇവിടെ സ്വപ്ന വ്യാഖ്യാനത്തിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ വിഷത്തെ സ്വപ്നം കണ്ടാൽ അത് സമ്പത്തിനെയാണ് അറിയിക്കുക എന്ന് ഉലമാക്കൾ പറയുന്നുണ്ട്. പല ആളുകളും ദീക്ക്, കോഴിയെ സ്വപ്നം കാണാറുണ്ട്. അത് നല്ല ലക്ഷണമാണ്. അതായത് അവനൊരു പണ്ഡിതനാകും, അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ ഒരു പണ്ഡിതൻ ഉണ്ടാകും, ഇൽമുള്ളവൻ ഉണ്ടാകും എന്നതിൻ്റെ അടയാളമാണ് ദീക്ക്, ദജാജത്ത്, കോഴിയെ സ്വപ്നം കണ്ടാൽ ഉണ്ടാവുന്നതെന്ന് ഉലമാക്കൾ പറഞ്ഞു തരുന്നു. ഇനിയോ രണ്ട് കോഴികൾ തമ്മിൽ കൊത്തുകൂടുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ വിദേശിയായ ഏതെങ്കിലും ഒരാൾ ഇയാളെ കാണാൻ വരും. അത് ചിലപ്പോൾ ഇയാളുടെ മക്കളായേക്കാം, അല്ലെങ്കിൽ മരുമക്കളെ ആയേക്കാം. വിദേശികളായ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർ വീട്ടിലേക്ക് വരും എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം എന്ന് ഉലമാക്കൾ പറയുന്നു. പിന്നെയോ
ചില ആളുകൾ പക്ഷികളെ കാണാറുണ്ട്. പക്ഷികളെ കണ്ടാൽ അതിൽ പറയുന്നത് അൽ അമൽ, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാകുമെന്നാണ്. ചില ആളുകൾ ഉളഹിയത്തിന്റെ മൃഗങ്ങളെ സ്വപ്നം കാണാറുണ്ട്. അതൊരു നല്ല കാര്യമാണ്. നല്ല കാര്യം ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ രോഗത്തിന് ശമനമുണ്ടാകും, റിസ്ക് വിശാലമാകും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഉളഹിയത്ത് മൃഗങ്ങളെ സ്വപ്നം കണ്ടാൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഹിറത്ത്, പൂച്ചയെ സ്വപ്നം കാണുന്ന ചില ആളുകളുണ്ട്. പൂച്ചയെ സ്വപ്നം കണ്ടാൽ അത് ഖാദിമുൻ ഹാഫിദുൻ, ഒരു സഹായിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരാൾ തൻ്റെ കൂടെ ഉണ്ട് എന്നതാണ് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. അത് ചിലപ്പോൾ ഭാര്യയാവാം, അല്ലെങ്കിൽ ഭർത്താവാവാം, മക്കളാവാം. തന്നെ സംരക്ഷിക്കുന്ന ഒരാൾ തൻ്റെ കൂടെ ഉണ്ട് എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം. പിന്നെയോ ഇനി മീൻ പിടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ മീൻ വാങ്ങുന്നതായിട്ട് സ്വപ്നം കണ്ടു. സമക്ക്, മീനുമായി ബന്ധപ്പെട്ട ചില സ്വപ്നങ്ങൾ, അതിൽ പറയുന്നത് മാൽ, സമ്പത്ത് ഉണ്ടാകും എന്നതാണ്. വീണ്ടും പറയുന്നു അസദ്, സിംഹത്തെ സ്വപ്നം കണ്ടാൽ സുൽത്താനുൻ ഷദീദ്, ഒരു ദുർഭരണാധികാരി അവരുടെ നാട്ടിൽ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഉണ്ട് എന്നോ ആണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമെന്ന് ഉലമാക്കൾ പറഞ്ഞു തരുകയാണ്. തവളയെ സ്വപ്നം കണ്ടാൽ പറയുന്നു റജുലുൻ ആബിദുൻ, നല്ല ഒരു ഇബാദത്തുള്ള മനുഷ്യനായി ഒരുപക്ഷെ ഇയാൾ മാറിയേക്കാം, അല്ലെങ്കിൽ ഇയാളുടെ കൂടെയുള്ള ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, മക്കളാവട്ടെ ഇബാദത്തുള്ള ആളായി മാറുമെന്നാണ് ഈ തവളയെ സ്വപ്നം കണ്ടാൽ ഇതിൻ്റെ വ്യാഖ്യാനമായി ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആമയെ കണ്ടാൽ, കടന്നലിനെ കണ്ടാൽ, കടന്നൽ എന്ന് പറഞ്ഞാൽ സമ്പൂർ എന്നാണ് അറബിയിൽ പറയുക. കടന്നലിനെ സ്വപ്നം കണ്ടാൽ അദുവുൻ മഹാരിമുൻ, ഒരു ശത്രു ഉണ്ട് എന്നാണ് അതിൻ്റെ സൂചന. ആമയെ സ്വപ്നം കണ്ടാൽ ഇൻസാനുൻ സാഹിദുൻ ആബിദുൻ, നല്ല ഒരു പരിത്യാഗിയായ ഇബാദത്തെടുക്കുന്ന മനുഷ്യനായി ഇയാൾ മാറുമെന്നാണ്. അർനബ്, മുയലിനെ സ്വപ്നം കണ്ടാൽ യദുല്ലു അലാ റജുലിൻ ജുബ്ബാനിൻ, ഭീരുവായ ഒരു മനുഷ്യനാണ് ഇയാൾ, അല്ലെങ്കിൽ ഇയാളുടെ കൂടെയുള്ള ആൾ. ഇതാണ് ആ മുയലിനെ സ്വപ്നം കണ്ടാലുള്ള അതിൻ്റെ വ്യാഖ്യാനം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നംല്, ഉറുമ്പിനെ സ്വപ്നം കണ്ടാൽ ലൊഈഫ്, ബലഹീനനാണ് അല്ലെങ്കിൽ ബലഹീനനാകും എന്നുള്ളതാണ് അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം. ചില ആളുകൾ സ്വപ്നം കാണുന്നു താൻ കിടക്കുന്ന വിരിപ്പ്, തൻ്റെ ബെഡിൽ മുഴുവനും ഉറുമ്പരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ കസീറുൽ ഔലാദ്, ഇയാൾക്കോ അല്ലെങ്കിൽ ഇയാളുടെ സന്താന പരമ്പരയിലോ ഒരുപാട് മക്കളുണ്ടാകും എന്നതാണ് സ്വപ്നം. ഇനി പല ആളുകളും കണ്ട് പേടിച്ച് ഞെട്ടി എഴുന്നേക്കുന്ന ഒരു സ്വപ്നമാണ് പട്ടി കടിക്കാൻ വരുന്നത്, നായ കടിക്കാൻ വരുന്നതായിട്ട് സ്വപ്നം കാണുക. നായ കടിക്കാൻ വരുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ നാലഹൂമിൻ അദുവ്ഹി ഹമ്മുൻ, ഇയാളുടെ ഒരു ശത്രുവുണ്ട്, ആ ശത്രുവിൽ നിന്നും പ്രയാസങ്ങൾ ഉണ്ടാകും എന്നതാണ് ആ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. ചിലപ്പോൾ അത് അയൽവാസിയാവാം, ചിലപ്പോൾ ബന്ധുമിത്രാദികളിൽപ്പെട്ട ആരെങ്കിലും ആവാം, അത് സ്വന്തം മക്കളാവാം, ഭാര്യയാവാം, അല്ലെ? ശത്രുക്കൾ പല രൂപത്തിലാണല്ലോ. അപ്പോൾ അവരിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകും എന്നതാണ് ഈ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം. ഈ ഒരു സ്വപ്നം, നായ കടിക്കാനുമെന്നാൽ, പട്ടി കടിക്കാനുമെന്നാലുള്ള സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ കാണാറുണ്ട്. ചിലപ്പോൾ ബിരിയാണി കഴിക്കുന്നതായിട്ട്, ഭക്ഷണം കൊടുക്കുന്നതായിട്ട്, ഭക്ഷണം കഴിക്കുന്നതായിട്ട്, ഭക്ഷണം വാങ്ങുന്നതായിട്ട്, അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടാൽ പറയുന്നു, അതായത് പാവപ്പെട്ട ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടാൽ അത് കടങ്ങൾ മാറാനും പ്രയാസങ്ങൾ മാറാനും ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. ഇനി മധുര പലഹാരം, സ്വീറ്റ്സ്, ബേക്കറി ഐറ്റംസ് തുടങ്ങിയതൊക്കെ നമ്മൾ സ്വപ്നം കണ്ടാൽ അതെന്താണ്? ഇഖ്ലാസും ഫിദ്ദീൻ, നമ്മുടെ ദീനിൽ ഇഖ്ലാസ് ഉണ്ടാകും, മാനസികമായ ടെൻഷനുകൾ മാറും തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൻ്റെ വ്യാഖ്യാനം. ഇങ്ങനെ ഓരോ കാര്യത്തിനും ഓരോ വ്യാഖ്യാനമുണ്ട്. ഇതൊക്കെ എൻ്റെ സ്വന്തം വകയായിട്ട് ഞാൻ പറഞ്ഞതല്ല. ഇതൊക്കെ മഹാനായ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ മഹത്തുക്കളായ ആളുകൾ അവരുടെ കിതാബിൽ എഴുതി വെച്ചത് ഞാൻ എൻ്റെ ഉപ്പമാർക്ക് പറഞ്ഞു തരുന്നു മാത്രം. ഇനി ഇതെടുത്തിട്ട് ഇത് കണ്ടോ, ഈ ഉസ്താദ് പറഞ്ഞത് കണ്ടോ, ഈ ഉസ്താദ് പറഞ്ഞ എന്ത് പൊട്ടത്തരമാണ്, മണ്ടത്തരമാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഞാൻ പറഞ്ഞത് പൊട്ടത്തരമല്ല, മണ്ടത്തരമല്ല എന്ന് എനിക്കറിയാം. കാരണം ഞാൻ പറഞ്ഞത് എന്നേക്കാൾ വിവരമുള്ള, ഈ ഇരിക്കുന്ന ആളുകളെക്കാൾ, കേൾക്കുന്ന ആളുകളെക്കാൾ വിവരവും നല്ല ബോധവും ഉണ്ടായിരുന്ന, ദീൻ അറിയാവുന്ന ആളുകൾ എഴുതി വെച്ച കാര്യം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രം. അപ്പോൾ സ്വപ്നം എന്താണ്, സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എങ്ങനെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്.
ഇതുകൊണ്ടൊന്നും തീർന്നില്ല. പല ആളുകളും ഇനിയും ഒരുപാട് കമന്റുകൾ രേഖപ്പെടുത്തും. പ്രത്യേകിച്ച് മരണപ്പെട്ടവരെ സ്വപ്നം കണ്ടു, വാപ്പയെ സ്വപ്നം, ഉമ്മയെ സ്വപ്നം, ഭാര്യ, ഭർത്താവ്, മക്കൾ മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. അതുപോലെ മരിച്ചവർ ഖബറിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് സ്വപ്നം, ഖബർ സ്വപ്നം കണ്ടു, മയ്യത്തിനെ കൊണ്ടുപോകുന്നു. അങ്ങനെ മയ്യത്തുമായി മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശാലമായി ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട ആളുകൾക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, അത് ദുന്യവിയായ, ഉഖ്റവിയായ, ദീനിയായ, കുടുംബപരമായ, സാമ്പത്തികമായ, രാഷ്ട്രീയപരമായ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ഖൈറും സലാമത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുകയും ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് നല്ല മുത്തഖിയായി മുഖ്ലിസായി ജീവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ കാണുന്ന വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അവരും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കേട്ട് പഠിച്ച് അവരുടെ ജീവിതത്തിൽ അമൽ ചെയ്താൽ അത് നമുക്കും വലിയ ഗുണമാണ്. അല്ലാഹു തആല നമ്മളെ ഖബൂലാക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിലെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാ രോഗങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ആക്സിഡന്റുകളെ തൊട്ട് അല്ലാഹു കാക്കുമാറാവട്ടെ. ജീവിതത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ഖൈറാത്തുകൾ, നല്ല നന്മകൾ അല്ലാഹു നമുക്ക് അടുപ്പിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.